നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. പഴശ്ശിയുടെ സമരമുറകൾ കമ്പനി ഇനി കാണാൻ ഇരിക്കുന്നതേയുള്ളൂ. അതെ, പലതരം പല രീതിയിൽ സർക്കാരിനെതിരെ സമരം നടത്തുകയാണ് മറിയക്കുട്ടി. തനിക്കും താൻ ഉൾപ്പെടുന്ന വയോധികർക്കും ഏകാശ്രയമായ പെൻഷൻ കിട്ടണം എന്നുള്ളതാണ് ഈ അമ്മയുടെ പ്രധാന ആവശ്യം. ആദ്യം പിച്ചച്ചട്ടി എടുത്തു, അത് കഴിഞ്ഞ് കറുത്ത അടിവസ്ത്രം കാണിച്ചു. പിന്നീട് പെൻഷൻ കിട്ടുന്നില്ല എന്ന് കാണിച്ച് ഹൈക്കോടതിയെ വരെ സമീപിച്ചു. ഹൈക്കോടതിയുടെ പരാമർശത്തിൽ മറിയക്കുട്ടി VIP ആണെന്നും എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും കൊടുക്കാനുള്ള 5 മാസത്തെ പെൻഷൻ കൊടുക്കണമെന്നും ആരോപിച്ചു. ഇതായപ്പോൾ മറിയക്കുട്ടിക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ് സർക്കാർ. വിധവാ പെൻഷൻ കുടിശ്ശിക കിട്ടാനുണ്ടെന്ന് കാണിച്ച് ഹൈക്കോടതിയെ സമീപിച്ച ഇടുക്കി അടിമാലി സ്വദേശിനി മറിയക്കുട്ടി സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിൽ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ എതിർപ്പ് അറിയിച്ചത് കോടതിയിൽ നാടകീയ രംഗമാണ് സൃഷ്ടിച്ചത്. ഹർജിയിൽ കോടതി വിധി പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് സർക്കാർ അഭിഭാഷകൻ എതിർപ്പുമായി എത്തിയത്. വിധവാ പെൻഷൻ മുടങ്ങിയ മറിയക്കുട്ടി നൽകിയ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇവർക്ക് പുറത്തു നിന്നും സഹായ വാഗ്ദാനങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നുമുള്ള സർക്കാരിന്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു കോടതി തുടങ്ങിയത്. ഗവൺമെന്റ് പ്ലീഡറുടെ പ്രസ്താവന വ്യക്തമാക്കാൻ നിർദ്ദേശിച്ചു. ഹൈക്കോടതി ഉത്തരവ് പറയുന്നത് നിർത്തി. തുടർന്ന് രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണം കണക്കിലെടുക്കേണ്ടതില്ലെന്ന് അഭിഭാഷകൻ അറിയിച്ചു. പക്ഷേ ഇത് ഹൈക്കോടതി രേഖപ്പെടുത്തിയിട്ടില്ല. അഭിഭാഷകൻ പറഞ്ഞത് ഹർജിക്കാരിയുടെ പ്രവൃത്തി രാഷ്ട്രീയ പ്രേരിതമാണെന്നും പ്രമുഖർ സഹായ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതുമാണ്. മാധ്യമങ്ങളിലടക്കം പൊതുയിടങ്ങളിലും പ്രചരിക്കുന്ന കാര്യമാണിത്. എല്ലാവർക്കും അറിയാവുന്നതുമാണ്, ആർക്കും കാണാവുന്നതുമാണ്. ആരെങ്കിലും കണ്ണടച്ച് പിടിച്ചാൽ ഇരുട്ടാവില്ല എന്നും ഹർജിക്കാരി പണം വാങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല എന്നും അഭിഭാഷകൻ കോടതി മുൻപാകെ അവതരിപ്പിച്ചു. ഇത് കോടതി ഏറ്റെടുത്ത വിഷയമാണ്. ആ സാഹചര്യത്തിൽ ഹർജിക്കാരി നിശബ്ദത പാലിക്കണമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. എന്നാൽ അവർ അത് ചെയ്യുന്നില്ല. സത്യസന്ധമായ പരാതിയുമായി കോടതിയെ സമീപിക്കുകയാണെങ്കിൽ ഇത് പറയില്ല എന്നും ആത്മസമീപനം പാലിക്കുമെന്നും അഭിഭാഷകൻ അഭിപ്രായപ്പെട്ടു. ഹർജിക്കാരി സഹായം ആവശ്യമില്ലെങ്കിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കണമെന്നും കോടതി പറഞ്ഞു. ആവശ്യമെങ്കിൽ സഹായം നൽകാമെന്ന് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ അറിയിച്ചതും കോടതി രേഖപ്പെടുത്തിയിരുന്നു. തുടർന്ന് കോടതി ഹർജിക്കാരെയും സമാന സ്ഥിതിയിലുള്ളവരെയും കുറിച്ച് സഹാനുഭൂതി രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. സാമ്പത്തിക നില മെച്ചപ്പെടുമ്പോൾ വിധവാ പെൻഷൻ ഉൾപ്പെടെ നൽകുമെന്ന് സർക്കാർ അറിയിച്ചുവെങ്കിലും ഏതു തീയതിയിൽ നൽകുമെന്ന് പറഞ്ഞിട്ടില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഭക്ഷണത്തിനും മരുന്നിനും വേണ്ടി ഇവരെ നിയമ നടപടികൾക്കായി വലിച്ചിഴക്കേണ്ടതില്ലെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ജനങ്ങളുടെ മടുപ്പ് സർക്കാരിന് അറിയാമെന്നുള്ളതാണ് സർക്കാർ അഭിഭാഷകൻ അറിയിച്ചത്. കോടതി ചൂണ്ടിക്കാട്ടി. ഹർജിക്കാരി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: 2 രൂപ അഡീഷണൽ സെസ് 1 ലിറ്റർ പെട്രോളിനും 20 രൂപ 500 മില്ലി മദ്യത്തിനും ഈടാക്കുന്നുണ്ട്. ഈ തുക എവിടെ പോയി? നിലനിൽപ്പിന് വേണ്ടി പാവപ്പെട്ട ഒരു സ്ത്രീ കോടതിയെ സമീപിക്കുമ്പോൾ പരിഹാരം നിർദ്ദേശിക്കാതെ ഇത്തരത്തിലുള്ള വാദം ഉന്നയിക്കുന്നത് എവിടെയാണ് പണം പോയതെന്ന് അറിയിക്കണം. ആരുടെയും ചാരിറ്റി വേണ്ട. മറ്റുള്ളവരിൽ നിന്നും സാമ്പത്തികപരമായിട്ടുള്ളതോ അല്ലാതെയുമായിട്ടുള്ള സഹായം ഞാൻ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ കോടതി നൽകുന്ന ഏത് ശിക്ഷയും അനുഭവിക്കാൻ തയ്യാറാണ്. എന്നാൽ തിരിച്ചാണെങ്കിൽ കോടതി നൽകുന്ന ശിക്ഷ സ്വീകരിക്കാൻ സർക്കാർ അഭിഭാഷകൻ തയ്യാറാണോ എന്നുള്ളതായിരുന്നു മറിയക്കുട്ടിയുടെ ചോദ്യം. ഇത്തരം കാര്യങ്ങൾ പറയരുതെന്നും കോടതി നിർദ്ദേശിക്കണം. ആവശ്യത്തിന് പീഡനം കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ സർക്കാരും മറിയക്കുട്ടിയും തമ്മിലുള്ള പോര മുറുകുകയാണ്. ഇരു വിഭാഗക്കാരും പിടിവലി മുറുക്കിക്കൊണ്ട് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണതയിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.